നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ഒരു എളുപ്പവഴി ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. ഇതാണ് സുരേഷ് ഗോപിയുടെ 2024 ലോക്സഭാ വിജയം എന്നെ പഠിപ്പിച്ചത്. എന്റെ സ്വപ്നങ്ങളിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല 2024 സുരേഷ് ഗോപി തൃശൂർ എടുക്കുമെന്ന്. എങ്കിലും അതിനുള്ള എല്ലാവിധ അർഹതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഇനി അതിലേക്ക് നയിച്ച ഘടകങ്ങളെന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം. മണ്ഡലത്തിലെ സ്ഥിര സാന്നിധ്യമാണ് അതിലെ ആദ്യത്തേത്. മറ്റ് രണ്ട് മുന്നണിയിലെയും സ്ഥാനാർത്ഥികൾക്ക് വളരെ മുൻപ് തന്നെ അദ്ദേഹം തന്റെ മുഖം വോട്ടർമാരുടെ മനസ്സിൽ പതിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുൻപ് തന്നെ തൃശൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 2. കേരളത്തിനൊരു കേന്ദ്രമന്ത്രി, തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണ തന്ത്രം. ഇത് ജില്ലയിലെ പ്രചാരണത്തിന് കരുത്തു പകർന്നു. കൂടാതെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഒന്നിലധികം തവണ ജില്ലയിൽ നടത്തിയ സന്ദർശനങ്ങൾ. 3. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. ഇത് തൃശൂരിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. ഇത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശക്തമായി ഉന്നയിക്കുകയും ബാങ്ക് തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. 4. ഈ പറഞ്ഞ ഘടകങ്ങളിൽ വളരെ പ്രാധാന്യമേറിയത് തൃശൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വന്ന ഒരു കൺഫ്യൂഷൻ. ഞാൻ പല സ്ഥലത്തും TN പ്രതാപന്റെ പ്രചാരണ പോസ്റ്റർ കണ്ടിരുന്നു. പെട്ടെന്നാണ് പ്രതാപന് പകരം വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരെ മത്സരിക്കാൻ ഇരുന്ന മുരളീധരനെ നേരെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തത്. ഇത് അണികൾക്കിടയിലും ഒരാശയക്കുഴപ്പത്തിന് ഇടയായിട്ടുണ്ടായിരുന്നിരിക്കാം. 5. CPIയുടെ സുനിൽകുമാർ. നേരത്തെ പറഞ്ഞ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഇടതുപക്ഷത്തിന് ഒന്നാകെ ഉണ്ടാക്കിയ തിരിച്ചടി അദ്ദേഹത്തിന്റെ വിജയത്തിനെയും ബാധിച്ചിട്ടുണ്ടാകാം. പിന്നെ പരക്കെ പറയപ്പെടുന്ന പൂരം കലക്കൽ. ഇത് എത്രത്തോളം സ്വാധീനം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ചെലുത്തി എന്നത് ഒരു തർക്കവിഷയം തന്നെയാണ്.